നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ ഇപ്പോൾ ഒരു നാണക്കേട് നേരിടേണ്ടി വരികയാണ്. നാറ്റോ രാജ്യമായിട്ടുള്ള തുർക്കി ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു തുർക്കിയുടെ എയർ സ്പേസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് തുർക്കിയുടെ ആകാശത്തുകൂടി ബെഞ്ചമിൻ നെതന്യാഹു എങ്ങോട്ടും പറക്കണ്ട എന്ന് തന്നെയാണ് തുർക്കിയുടെ നിലപാടെടുത്തിരിക്കുന്നത്. ഓർക്കണം, ഇസ്രയേൽ എന്ന് പറയുന്ന വളരെ വലിയൊരു രാജ്യവും അതുപോലെ തന്നെ ശക്തമായൊരു നേതാവുമാണ് എന്ന് പറയുമ്പോൾ പോലും നാറ്റോയിൽ അംഗമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് പറക്കാനായിട്ടുള്ള അനുമതി, ആ രാജ്യത്തിന് മുകളിൽ കൂടെ പറക്കാനായിട്ടുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഗസയിൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്കെതിരെ നിരവധി രാജ്യങ്ങൾ, ചുരുക്കം ചില രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി രാജ്യങ്ങളെല്ലാം നിലപാടെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളുടെ മാധ്യമങ്ങളും ഇപ്പോൾ സ്പെഷ്യലി ഇസ്രയേലി മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അത്ര കണ്ട് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അസർബൈജാനിലേക്കുള്ള ഒരു ട്രിപ്പിനായി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അതായത് തുർക്കിയുടെ ആകാശത്തു കൂടിയാണ് അസർബൈജാനിലേക്ക് നെതന്യാഹു പോകാനായിരുന്നത്. എന്നാൽ തുർക്കി നിലപാടുകൾ എടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ ആ ഒരു യാത്ര മുടങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി തന്നെ തുർക്കിയും ഇസ്രയേലും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനിടെയാണ് ഇത്തരം ഒരു നിലപാടുമായിട്ട് തുർക്കി മുമ്പോട്ട് വരുന്നത്. ഇനി ഈ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ബെൻ ഗൂറിയൻ എയർപോർട്ട്, അതായത് ഇസ്രയേലിൻ്റെ ഏറ്റവും തിരക്കുള്ള ഒരു എയർപോർട്ടാണിത്. ഇവിടെ ഹൂതികൾ നടത്തിയൊരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. എന്നാൽ നെതന്യാഹു ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി കിട്ടുമെന്നാണ് ഇവിടെ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നെതന്യാഹുവിൻ്റെ ഇത്തരം മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ശക്തമായൊരു മുന്നറിയിപ്പ് ഹൂതികളും നൽകുന്നുണ്ട്. ബെൻ ഗൂറിയൻ എയർപോർട്ട് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടാമതൊരു അറ്റാക്കും ഉണ്ടാകുമെന്നാണ് ഹൂതികൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേലിൻ്റെ സ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഇസ്രയേലിൻ്റെ പല ഭാഗത്തും സൈറനുകൾ മുഴങ്ങി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മൂന്ന് അറ്റാക്കുകളാണ് ഇസ്രയേലിന് നേരെ ഹൂതികൾ നടത്തിയത്. ഞായറാഴ്ച നടന്ന ഈ ഒരു ആക്രമണത്തോടു കൂടി തന്നെ ജർമ്മനിയിലെ ലുഫ്താൻസ എയർലൈൻസ് മെയ് 6 വരെ ടെൽ അവീവിലേക്കുള്ള ഈ ഒരു എയർപോർട്ടിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന രീതിയിൽ പ്രസ്താവന ഇറക്കി. അതിനിടെ ഇറാനിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുകയാണിപ്പോൾ. നോർത്ത് ഈസ്റ്റ് ഇറാനിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇറാനിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഇറാനും ഇസ്രയേലും കൊമ്പ് കോർക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സ്ഫോടനത്തെ കാണുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നതിനെക്കുറിച്ച് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആൾനാശമുണ്ടായോ എന്നതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ യാതൊരു വിവരവും ഇതുവരെ വന്നിട്ടില്ല. അതിനിടെ ഇറാൻ അമേരിക്കയ്ക്ക് ശക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനുമായി ചർച്ചകൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും അമേരിക്ക പുതിയ വിലക്കുകൾ ഇറാന് മേൽ ഏർപ്പെടുത്തുകയാണ്. സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി ഒരു ചർച്ചയ്ക്കും ഇറാൻ നിൽക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഇറാന് മേലുള്ള ഇത്തരം വിലക്കുകൾ അൺലോഫുൾ ആണ് എന്നാണ്, അതായത് നിയമപ്രകാരമുള്ളതല്ല എന്നാണ്. ഇത് ഇന്റർനാഷണൽ ലോയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നാണ് ഇറാൻ ഇവിടെ പറയുന്നത്. വിലക്കുകളിൽ ഇറാനെ കുടുക്കാൻ ആരും നോക്കണ്ട എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ നിലപാടുകളിൽ യാതൊരു മാറ്റവും ആരും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാനുമായി മറ്റു രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ഉടനടി നിർത്തണമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇറാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.